വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ബികോം BBA തേർഡ് സെമിസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് ബേസിക് ന്യൂമറിക്കൽ സ്കിൽസ്. അതിൽ ചാപ്റ്റർ 5, 6 ആൻഡ് 7 ഈ 3 ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള 2 മാർക്സ് ക്വസ്റ്റ്യൻ, 5 മാർക്സ്, അതേപോലെ തന്നെ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസും കൂടി ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, ബേസിക് ന്യൂമറിക്കൽ സ്കിൽസ് BNSൻ്റെ 3 ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ആൻഡ് ഫോർത്ത് ഇത്രയും ചാപ്റ്റേഴ്സ് എല്ലാം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസും കൂടി കാണും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ലൈക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ആൾസോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണ മുന്നേ നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ ഫോണിൽ അതൊന്ന് ഹൊറിസോണ്ടലായിട്ട് വെക്കുകയാണെങ്കിൽ ഞാൻ എഴുതിയിരിക്കുന്നത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം ക്ലാസ്സിലേക്ക്. 5th ചാപ്റ്റർ 2 മാർക്സ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഓർഡേർഡ് പെയർ. ഓർഡേർഡ് പെയർ എന്താണ് എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ്. കുറച്ച് 2 ഓർഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എ പറയുന്നതിൽ 3, 4 ആൻഡ് -2 ആൻഡ് 5. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈ പറഞ്ഞ പോയിൻറ്റ്സിന് ഡിസ്റ്റൻസ് കാണാം. അതേപോലെ രണ്ടാമത് കാണാൻ പറഞ്ഞിരിക്കുന്നത് ബി സെക്ഷൻസിൽ ഏതൊക്കെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ 4ഉം 5ഉം ആൻഡ് ഏതൊക്കെയാണ് -7 ആൻഡ് -5. ഓക്കെ, അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കാണുക. അത് അത്ര ചെറിയ ചാപ്റ്റർ അല്ലേ ഈ പറഞ്ഞ 5th ചാപ്റ്റർ, അപ്പോൾ അത്ര ആ ഇമ്പോർട്ടൻസേ ഉള്ള. ദെൻ ചാപ്റ്റർ 6, വാട്ട് ഈസ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ₹10,000 അറ്റ് ദ റേറ്റ് ഓഫ് 15% പെർ ആനം ഫോർ 2 years. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഫോർമുല അറിയാൽ I=PNR. ഓക്കെ, ആ ഫോർമുല ഇട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പ്രിൻസിപ്പൾ വിൽ എമൗണ്ട് ടു ₹600 അറ്റ് 6% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻ 5 years. ഓക്കെ, ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്, ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. പ്രിൻസിപ്പൽ എമൗണ്ട്. ഓക്കെ, ഏതിൽ പറയുന്നത് വാട്ട് പ്രിൻസിപ്പൽ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് പ്രിൻസിപ്പൽ എമൗണ്ട്. ഫോർമുല സെയിം തന്നെയാണ് വരുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ സെയിം ഫോർമുലാസ് ഇടുക. എന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പി എടുത്ത് കണ്ടുപിടിക്കുക. കാരണം ഏതൊക്കെയാണോ തന്നിരിക്കുന്നത് അത് എടുത്ത് എഴുതിയിട്ട് പി മാത്രം എന്ത് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് ടൈം വിൽ എ സം ഓഫ് മണി ഡബിൾ ഇറ്റ് സെൽഫ് അറ്റ് 10% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റിൽ. ഓക്കെ, അതായത് ഏത് ടൈമാണ്, അതായത് എത്ര കാലം എടുക്കും എന്നുള്ളത്, എത്ര ഇയേഴ്സ് എടുക്കുന്നതാണ്, നമ്പർ ഓഫ് ഇയേഴ്സ് റിക്വയേർഡ് എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. n കണ്ടുപിടിക്കണം. ഓക്കെ, അത് സെയിം ഫോർമുല തന്നെയാണ്. അപ്പോൾ അത് ഫോർമുലാസ് അപ്ലൈ ചെയ്യുക. ദെൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് n ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. The next question, find the face value of a bill due 6 months, hence at 12% per annum, whose present worth is ₹4,500. ഓക്കെ, അതായത് ഫേസ് വാല്യൂ കാണുക. ഫോർമുല അറിയാം, P+PNR ഡിവൈഡ് ബൈ 100. ആ ഫോർമുല അപ്ലൈ ചെയ്യണേ. എന്നിട്ട് ഫേസ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് റേറ്റ് വുഡ് എ സം ഓഫ് മണി ഡബിൾ ഇൻ 20 years. 20 വർഷത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ കുറച്ച് സം ഓഫ് എമൗണ്ട് ഓഫ് മണി ഉണ്ടാവില്ലേ, അത് നമുക്ക് എത്ര ശതമാനം നമുക്ക് ഡബിളാക്കി കിട്ടും എന്നാണ്. അറ്റ് ദ റേറ്റ്, എത്ര റേറ്റിനിട്ടാൽ നമ്മുടെ പൈസ 20 വർഷത്തിനുള്ളിൽ ഡബിൾ ആവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് 2 സെക്കൻഡ് മതിയില്ല അതൊക്കെ ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ സമയത്ത് അറിയോ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്സിന് ശരിക്കും 2 മാർക്സിൻ്റെ ബേസിൽ ചോദിക്കാനേ ചോദ്യമേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും മേ ബി ഏതിലേക്കും കൂടി ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നറിയോ, 5 മാർക്സ് ബേസിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, the next, find the number of years in which a sum of money will double itself at 30% per annum simple interest. ഓക്കെ, നമ്മൾ ഇതേപോലെ ഫോർമുലേഴ്സൊക്കെ എടുത്ത് എഴുതുക. എന്നിട്ട് നമുക്ക് നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് നമുക്ക് ഈ പറയുന്ന എമൗണ്ട് 30% പെർ ആനം, ഒരു വർഷത്തിൽ ഇത്ര 30% ആണ്. അത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് അപ്ലൈ ചെയ്തിരിക്കുക, നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ എത്ര വർഷം കൊണ്ട് ഡബിൾ ആവും എന്നാണ്. നേരത്തെ ചോദിച്ചത് എത്ര റേറ്റ് ആയിരുന്നു അല്ലേ, എത്ര റേറ്റിൽ നമുക്ക് ഡബിൾ ആവുന്നു. ഇത് പറഞ്ഞാൽ എത്ര വർഷത്തിൽ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഫോർമുലസ് ഇട്ടിട്ട് അപ്ലൈ ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. The next question, at what rate of interest at which an amount of ₹12,000 will become ₹15,000 at the end of 10th year. ഓക്കെ,
അതായത് ഏത് റേറ്റ് ഓഫ് അറ്റ് ദ വാട്ട് റേറ്റ്, ഏത് റേറ്റാണ്, എത്ര ശതമാനത്തിലാണ് ഈ പറയുന്ന എമൗണ്ട് നമ്മുടെ കയ്യിലിപ്പോൾ എത്രയാണ് 12,000 അല്ലെ 12,000, അത് നമുക്ക് ഇപ്പോൾ 15,000 ആവുകയാണെങ്കിൽ അത് എത്ര വർഷത്തിനുള്ളിൽ പറഞ്ഞ് 10 വർഷം, അങ്ങനെയാണെങ്കിൽ ഏത് റേറ്റ് എന്ന് വയ്ക്കണം. ഇപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലേ, അതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ rupees 50,000 കോമ്പൗണ്ട് ആനുവലി ഫോർ 2 years അറ്റ് 10% പെർ ആനം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വെച്ചിട്ടുള്ള കണക്കാണിത്. നമ്മൾ അത്രയും നേരം പറഞ്ഞതിലൊക്കെ ഞാൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നു പറഞ്ഞ്. ഇത് നിങ്ങൾക്ക് ഏത് നോക്കേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ അതിന് ഫോർമുലാസ് അറിയാലോ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ P × 1 + R/100 ഓക്കെ, അപ്പോൾ ആ ഒരു ഫോർമുലാസ് അപ്ലൈ ചെയ്യുക, ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുമ്പോൾ ഇൻട്രസ്റ്റ് ആണ് ചോദിക്കുന്നത് എങ്കിൽ നമ്മൾ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട്, അതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത 15,000 മൈനസ് ചെയ്യണം, എന്നാൽ ആ പറയുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ചെയ്ത് വരുമ്പോൾ 60,500 വരും. ഓക്കെ, അപ്പോൾ 60,500 മൈനസ് 50,000 ഈക്വൽ 10,500, അതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ ₹70,000 ഫോർ 2.5 years അറ്റ് എ റേറ്റ് ഓഫ് 10% പെർ ആനം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിൽ എമൗണ്ട്, ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ എമൗണ്ട് 70,000 ആണ്. അത് എത്ര വർഷത്തേക്ക്? 2.5 വർഷത്തേക്കാണ്. ഓക്കെ, എത്ര ശതമാനമാണ് റേറ്റ് ഇതിൽ പറയുന്നത്? 10%. ദെൻ നെക്സ്റ്റ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ എ ബോറോഡ് ₹30,000 ഫ്രം എ ബാങ്ക് at the rate of 20% per annum compound yearly. At what amount will he pay at the end of 2 years and 5 months to clear the loan? മിസ്റ്റർ എ എന്ന് പറയുന്ന ആൾ ബാങ്കിൽ നിന്ന് 30,000 ലോൺ എടുത്തിട്ടുണ്ട്, എമൗണ്ട് ബോറോ ചെയ്തിട്ടുണ്ട്. അറ്റ് ദ റേറ്റ് ഓഫ് 20% ആണ് വർഷത്തിൽ. അത് ഏതാണ്? കോമ്പൗണ്ട് ഇയർലി. ഓക്കെ, നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇതിലെല്ലാം പറയുന്നത് ഏതാ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ബേസിലാണ് പറയുന്നത്. അപ്പോൾ അത് ഓർമ്മ വേണം. അതേപോലെ തന്നെ വാട്ട് എമൗണ്ട് ഹി വിൽ പേ അറ്റ് ദ എൻഡ് ഓഫ് 2 years and 5 months, അതായത് എത്ര എമൗണ്ട് ആണ് ആ വ്യക്തി 2 വർഷവും 5 മാസം കൊണ്ട് ആ ലോൺ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതും കൂടി, അത് എസ്സേ ടൈപ്പാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി ഇൻക്രീസസ് എവറി ഇയർ ബൈ 2.4% of the population at the beginning of first year. In what time will be population double itself? 2.4 ആണ് കേട്ടോ പെർസെൻറ്റേജ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പോപ്പുലേഷൻ്റെ കേസിൽ ഇൻക്രീസസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസിൽ വരുന്ന സമയത്ത് ഫോർമുല എന്ത് തന്നെയാണ്? നമ്മുടെ P × 1 + R/100 അറിയാലോ ഫോർമുല ഇട്ട് ചെയ്യാൻ. അപ്പോൾ അതാണ് എഴുതേണ്ടത് കേട്ടോ. 2.4 ആണ്. നിങ്ങൾ മൊബൈൽ ഹൊറിസോണ്ടലാക്കി വയ്ക്കും, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ദ നെക്സ്റ്റ്, ഫൈൻഡ് ദ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇഫ് ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് 10% പെർ ആനം ഹാഫ് ഇയർലി. റേറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹50,000 ഫോർ 5 years. ഇഫ് ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഹാഫ് ഇയർലി ഫോർ ഫസ്റ്റ് 3 years അറ്റ് ദ റേറ്റ് 8%. And for the last 2 years, interest is payable quarterly at the rate 6% per annum. ഈ ഒരു കണക്ക് വരുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ബേസിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ചെയ്യേണ്ടത് ഫോർ ഫസ്റ്റ് 3 years കാൽക്കുലേറ്റ് ചെയ്യണം, പിന്നെ ഫോർ ലാസ്റ്റ് 2 years. ഓക്കെ, പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ചെയ്യേണ്ടത്. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the population of a city increases every year 1.8% of the population at the beginning of the year. In how many years will the total increases of populations be 13%? ഇത് നമുക്കറിയാം. ഫോർമുലാസ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ പോപ്പുലേഷൻ്റെ കേസിലാകുമ്പോൾ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ചെയ്തിരിക്കുന്ന അതേ ഫോർമുലാസാണ് അപ്ലൈ ചെയ്യുക. P × 1 + R/100 ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ഇട്ടിട്ട് കാണാം. ഇത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഏത് ചാപ്റ്ററിലെ 6th ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ചാപ്റ്റർ 7 ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 marks ബേസിലാട്ടോ. ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനിയിപ്പോൾ ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് ചോദിച്ചില്ലെങ്കിലും വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിക്കും.
അപ്പോൾ നിങ്ങൾ ഡെഫിനേഷനും പഠിച്ചിരിക്കുക, അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാൽ എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടി പഠിക്കുക. ഞാനിവിടെ വാട്ട് ഈസ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾ അതും കൂടി പഠിച്ചിരിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്? സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 6 സെൻറ്റൻസ് എങ്കിലും എഴുതണം കേട്ടോ. എന്നാൽ അതിനനുസരിച്ച് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. 2 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ അല്ലെങ്കിൽ 1 മാർക്ക് 1.5 മാർക്കൊക്കെ ആവും. അപ്പോൾ അധികവും ഈ 2 മാർക്സ് ഫുള്ളായിട്ട് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട കാര്യമേ ഇല്ല. നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് എന്താ പറയുക പാസ്സാവാൻ സാധിക്കും. നമ്മൾ വിചാരിക്കും ഇത് 5 മാർക്സ് ക്വസ്റ്റ്യൻ എസ് ഒക്കെ നോക്കാമെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, 2 മാർക്സിൻ്റെ ബേസിൽ നല്ല രീതിയിൽ പഠിക്കുമ്പോഴാണ് നമുക്കത് 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് രീതിയിലേക്ക് വരുമ്പോഴും അതൊക്കെ നമുക്ക് കണക്ട് ചെയ്തിട്ടൊക്കെ എഴുതാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് 2 മാർക്സ് ഒക്കെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം പഠിക്കാൻ കേട്ടോ. The next question, give any 2 characteristics of statistics. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഏതെങ്കിലും 2 എന്താ പറയുക ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക. കാരണം ഇത് 2 മാർക്സ് ആയതുകൊണ്ടാണ്. അപ്പോൾ അല്ലാതെ വെറുതെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങളൊരു 4 പോയിൻ്റെങ്കിലും എഴുതിയിരിക്കണേ. അതായത് കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ല സ്റ്റാറ്റിസ്റ്റിക്സിന്. അപ്പോൾ അതിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ് നമ്മൾ അങ്ങനെ ജസ്റ്റ് പറയാറില്ല. അതേപോലെ ഇറ്റ് സ്റ്റഡീസ് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എക്സ്പ്രസ്ഡ് ന്യൂമറിക്കലി, അതൊക്കെ 2 ഫീച്ചേഴ്സ് അല്ലേ, അതേപോലെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്സ്. ഡിഫൈൻ ആണ് കേട്ടോ, അതിൽ ജസ്റ്റ് ഓക്കെ. ദെൻ ഡിസ്കസ്, അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്കസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എ മെത്തേഡ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നൊരു മെത്തേഡ്, അതിൽ എന്താണ് റീസൺ എന്നുള്ളത് എഴുതി വയ്ക്കുക. ദെൻ മെൻഷൻ 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്. ഏതെങ്കിലും 2 ഗുഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്സിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക. അത് നമുക്ക് എങ്ങനെ പറയാം, അതായത് അഡ്വാൻറ്റേജസ് എന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെ എഴുതാം. സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് മസ്റ്റ് ബി സിമ്പിൾ, ക്ലിയർ ആൻഡ് വെൽ ഡിഫൈൻഡ് എന്ന് പറയാമല്ലോ. അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് മസ്റ്റ് ബി ഹോമോജീനിയസ്, അങ്ങനെയൊക്കെ പറയില്ല. അതാണ് സംഭവം ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തത്, ഡിഫറൻഷിയേറ്റ് എ വേരിയബിൾ ഫ്രം എ ആട്രിബ്യൂട്ട്. ഓക്കെ, ഡിഫറൻഷിയേറ്റ് എ വേരിയബിളും അതേപോലെ തന്നെ ഈ പറയുന്ന ആട്രിബ്യൂട്ടും തമ്മിൽ എന്ത് ചെയ്യുക, വേർതിരിക്കുക. അതായത് എന്താണ് ഡിഫറൻസ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. അതായത് ഇത് രണ്ടെണ്ണം എന്താണെന്ന് മാത്രം എഴുതിയാൽ മതി, വേരിയബിളും അതേപോലെ തന്നെ ആട്രിബ്യൂട്ട്സും. നമുക്കത് അറിയാലോ, അതിൻ്റെ ക്ലാസിഫൈ ചെയ്ത് ഓൺ ദി ബേസ് ഓഫ് ക്വാളിറ്റീസ്, ആട്രിബ്യൂട്ട്സ്, ബ്യൂട്ടി, ഇലിറ്ററസി എന്നൊക്കെ പറയുന്ന രീതിയിലില്ല, അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഡാറ്റനെ എങ്ങനെയാണ് എന്നുള്ളത് വേർതിരിക്കുന്നത്, വേരിയബിളും ആട്രിബ്യൂട്ട് നമ്മൾ എങ്ങനെയാണ് അതിന് വേർതിരിച്ചിരിക്കുന്നത്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ കോട്ട് ചെയ്തോളൂ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ 5 യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 5 യൂസസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്ത് നല്ല നീറ്റായിട്ട് എഴുതി വയ്ക്കുക. അതായത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ 2 മാർക്സിനായിരിക്കില്ല, അത് ഏത് വരും, ഷോർട്ട് ആൻസറിലാണ് വരിക. ഏത് എക്സ്പ്ലെയിൻ 5 യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയണതൊക്കെ 5 മാർക്സ് ബേസില്ല. ഇനി പറയുന്നത് 5 മാർക്സ് ആട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ദ സയൻസ് ഓഫ് കൗണ്ടിങ്, എക്സ്പ്ലെയിൻ. ഓക്കെ, അതും 5 മാർക്സ് ബേസിലാണ് വരിക. ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ. ഇത് അല്ലാതെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. 5 മാർക്സ് ക്വസ്റ്റ്യൻ. ദെൻ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ അതൊക്കെ. 5 മാർക്സ് ക്വസ്റ്റ്യനും എസ് എ ടൈപ്പാണ് വരുമ്പോൾ ഇമ്പോർട്ടൻസും സ്കോപ്പും അഡ്വാൻറ്റേജസ് എന്നൊക്കെ രീതിയിലാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വരിക. എന്തായാലും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫംഗ്ഷനും ഇമ്പോർട്ടൻസും അഡ്വാൻറ്റേജസും എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ദെൻ അടുത്തത്, സ്റ്റേറ്റ് ദ റെലവൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു കൊമേഴ്സ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആട്ടോ. ഞാനിപ്പോൾ പറയുന്ന 11, 12, 13 ഇനി അങ്ങോട്ടുള്ള 20ാമത്തെ ക്വസ്റ്റ്യൻ വരെയും എല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് ഈ പറയുന്ന BNSൽ റിപ്പീറ്റഡ് ആയിട്ട് യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, 13ാമത്തത് റെലവൻസ്, സ്റ്റേറ്റ് ദ റെലവൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു കൊമേഴ്സ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ദെൻ 14ാമത്തെ, ബ്രിങ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ബിസിനസ് ആൻഡ് കൊമേഴ്സ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ അതൊക്കെ. ദെൻ എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് റെഫറൻസ് ടു ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി, ഇതും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. ദെൻ അടുത്തത്, ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ദെൻ സ്റ്റേറ്റ് ദ ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ദെൻ നെക്സ്റ്റ്, വൈ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ക്രിട്ടിസൈസ്ഡ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് അതൊക്കെ. ദെൻ അടുത്തത്, സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ പ്രൂവ് എനിത്തിങ്, എക്സ്പ്ലെയിൻ. ദെൻ അടുത്തത്, എക്സ്പ്ലെയിൻ ദ 3 മെയിൻ റീസൺസ് ഫോർ ദ ഡിസ്ട്രക്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡിസ്ട്രക്ട് ചെയ്യാനുള്ള റീസൺസ്, അതായത് വാട്ട് ആർ ദ കോസസ്, എന്തൊക്കെ റീസൺസ് ആണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഡിസ്ട്രക്റ്റ് ആവാനുള്ള ചാൻസസ്, ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്, ഡിസഡ്വാൻറ്റേജസ് എന്നൊക്കെ പറയില്ലേ, അതാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക.
ഇതെല്ലാം യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യങ്ങളാണ്. ഈ പറയുന്ന 11 മുതൽ 20 വരെയുള്ളതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, വേറെയും ചോദിച്ചിട്ടുണ്ട്, പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് വന്നുള്ള ക്വസ്റ്റ്യൻ ആണ് 11 മുതൽ 20 വരെ. The next, statistics is like clay of which you can make a god or devil as you please. Explain. അതായത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു കളിമണ്ണ് പോലെയാണ്. കാരണം അത് വെച്ചിട്ട് നമുക്ക് ഗോഡിനെ ആയാലും ഡെവിളിനായാലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് എന്താണോ ആവശ്യം, ആ യൂസ്ഫുൾ എന്തൊക്കെയാണ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ പറയാൻ പറ്റും ഓരോ സ്റ്റാറ്റിസ്റ്റിക്കളും ശരിക്കും റിക്വയർ ചെയ്യുന്നത് എക്സ്പെർട്ടൈസ് ഇൻ ദർ യൂസ്. അവരവരുടെ ഓരോ എക്സ്പെർട്ടേഴ്സും അവരവരുടെ യൂസിനനുസരിച്ച് അവർക്ക് ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ടാണ് അവരത് യൂസ് ചെയ്യുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉണ്ട്. അതൊക്കെ നമുക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ വേറെ എക്സാമ്പിൾ പറഞ്ഞ ഒരു കത്തി ഉണ്ട്, ആ കത്തി വെച്ച് നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്യാം, അതേപോലെ വേറെ ഒരു പേഴ്സണെ കൊല്ലാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു രീതിയിലാണ് സ്റ്റാറ്റിസ്റ്റിക്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യമാണ് കേട്ടോ അതൊക്കെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എസ്സേ ടൈപ്പായിട്ടും ചോദിക്കാം, അതേപോലെ തന്നെ 5 മാർക്സ് ക്വസ്റ്റ്യനും ചോദിക്കാം. നല്ല രീതിയിൽ തന്നെ അത് പഠിക്കാം. ഓക്കെ, കുറേ ഫങ്ഷൻസ് ഉണ്ട്, അതെല്ലാം വിത്ത് എക്സ്പ്ലനേഷൻ ചെയ്യണം. വെറുതെ പോയിന്റ് മാത്രം എഴുതുകയല്ല, എക്സ്പ്ലനേഷൻ ചെയ്യണം. Okay, then essay question, explain the scope of statistics or importance of utility of statistics. Then also explain the limitations of statistics. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ശരിക്കും എന്താണ് എന്നും അതേപോലെ തന്നെ അതിൻ്റെ സ്കോപ്പ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ യൂട്ടിലിറ്റി അത് എന്തൊക്കെയാണ് എന്നുള്ളതും എഴുതുക. അതേപോലെ തന്നെ ലിമിറ്റേഷൻസ്. ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന ചാപ്റ്ററിലെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളതും പഠിക്കണം, പക്ഷേ എങ്കിലും ഈ ഒരു ടോപ്പിക്സ് കവർ ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകും. നല്ല പഠിച്ചിരിക്കണേ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഞാൻ ചാപ്റ്റർ 8 ഒക്കെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് അപ്പോൾ തന്നെ ഓൺ ടു സ്പോട്ടും അല്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണം മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു റിവിഷൻ ഒന്ന് കംപ്ലീറ്റ് ആക്കി അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ എഴുതി വെച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.